15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവത്തിൽ മസ്കറ്റ് സോൺ ജേതാക്കളായി. സീബ്, ബൗഷർ സോണുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കലാലയം സാംസ്കാരിക വേദി 15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവം ബൗഷറിൽ പ്രൗഢമായി സമാപിച്ചു. 61 മത്സര ഇനങ്ങളിലായി 11 സോണുകൾ മാറ്റുരച്ചു. മസ്കറ്റ്, സീബ്, ബൗഷർ സോണുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിവിധ സോണുകളിൽ നിന്നായി 400-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരച്ചത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായി ഇത് സമാപിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിഭകൾ രൂപീകരിക്കപ്പെടുന്നു. അതോടുകൂടെ വ്യത്യസ്തമായ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കുറേ കൂട്ടുകാരെ കൂടെ, ചെറുപ്പക്കാരെ കൂടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. യൂണിറ്റ്, സെക്ടർ, സോൺ തലങ്ങളിൽ വേരിറങ്ങിയ വിത്തുകൾ എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഗതിയിലേക്ക് പ്രയാണം എന്നതാണ്. മനുഷ്യൻ്റെ ഉന്നതിയിലേക്കുള്ള യാത്രയെയാണ് സാഹിത്യോത്സവം അഡ്രസ്സ് ചെയ്യുന്നത്. കലാപ്രതിഭയായി റൈഹാൻ അൻസാരി സലാല, സർഗപ്രതിഭയായി ആബിദ് കുണിയാസീബ്, ഷർത്തജ ഷഹദിയ ബർക്ക എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SYS കേരള ഉപാധ്യക്ഷൻ അബ്ദുൽ അലി സഖാഫി കടലുണ്ടി സാഹിത്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ ഹമീദ് ആദം അൽ ഷെയ്ഖ്, മുസ്തഫ കാമിൽ സഖാഫി, ഇക്ബാൽ ബർക്ക, NO ഉമ്മൻ എന്നിവർ സംസാരിച്ചു. 16ാമത് എഡിഷൻ സാഹിത്യോത്സവിന് സോഹർ സോണിൽ വേദിയൊരുങ്ങുമെന്നും സംഘാടകർ അറിയിച്ചു. മീഡിയ 1, മസ്കത്ത്.